പക്ഷേ അതൃപ്തി എല്ലാവരുടെ മനസ്സുകളിലും തുടരും. ആ അതൃപ്തി ഒരിക്കലും അവസാനിക്കുന്നതല്ല. അത് കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം അത് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. സ്ഥാനം കിട്ടുന്നവർക്ക് അതിൽ സന്തോഷം, കിട്ടാത്തവർക്ക് അതിൽ എതിർപ്പ്, അത് ഏത് രീതിയിലും തുടരും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ, അതൊക്കെ ഒരു ജനാധിപത്യ സാഹചര്യം ഒന്ന് കണക്കാക്കിയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കഴിഞ്ഞ ദിവസം പട്നയിലെ സീറ്റ് ചർച്ചയ്ക്കായി ഡൽഹിയിലെത്തിയ ബീഹാറിലെ PCC അധ്യക്ഷന്മാർ ചർച്ച പൂർത്തിയാക്കി പട്ന വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ 5 കോടി രൂപയ്ക്ക് സീറ്റ് വിറ്റു എന്ന് പറഞ്ഞ് ആ PCC നേതാക്കളെയൊക്കെ തന്നെ പട്ന വിമാനത്താവളത്തിൽ നിരത്തി അടിച്ചതാണ് അവിടുത്തെ കോൺഗ്രസ് അണികൾ. അതാണ് ഈ കോൺഗ്രസിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്. അതിനിപ്പം രാജസ്ഥാനിലായിക്കോട്ടെ, മധ്യപ്രദേശിലായിക്കോട്ടെ, മഹാരാഷ്ട്രയിലായിക്കോട്ടെ, അധികാരത്തിലിരിക്കുന്ന, അധികാരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന, സ്വാധീനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന നേതാക്കൾക്കൊപ്പം അണികളും പ്രവർത്തകരും ഒക്കെ തന്നെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലൂടെ കൂടുതൽ കൂടുതൽ പുതിയ പുതിയ സ്ഥാനങ്ങളിലേക്ക് എത്തുക, ഏതെങ്കിലും പദവികളിലേക്ക് എത്തുക എന്നതൊക്കെ തന്നെ ആണ് ഒരു കോൺഗ്രസിന്റെ ഇതുവരെയുള്ള ഒരു സാഹചര്യവും ചരിത്രവും ഒക്കെ തന്നെ.